സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഫയലുകൾ വിജിലൻസ് ഏറ്റെടുത്തതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിൽ ആകെ അഴിമതിയാണ്. തുടർച്ചയായി 5 തവണയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില തൽപര കക്ഷികൾ വലിയ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി വിജിലൻസ് എൻക്വയറിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ഓഫീസറോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചില ചാനലുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇന്നലെ വടക്കാഞ്ചേരി നഗരസഭയിൽ വന്ന വിജിലൻസ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വിജിലൻസ് ഓഫീസറോട് ചോദിച്ചപ്പോൾ കേരളത്തിലെ മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്ത് അങ്ങനെ അധികാരം കൊടുത്ത എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാനത്ത് മുഴുവൻ ഞങ്ങളുടെ പരിശോധനയുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെയും ഞങ്ങൾ വന്നത് എന്നാണ് ഞങ്ങൾക്ക് അവരിൽ നിന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫയലുകളൊക്കെ തന്നെ പരിശോധിച്ചു, സ്ഥലം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോയി. ഫയലുകൾ ഞങ്ങൾ പൂർണ്ണമായി പരിശോധിക്കാമെന്ന് പറഞ്ഞ് പോകുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇവിടെ അത് ആഘോഷമാക്കാനും മാമാങ്കമാക്കാനും കഴിയാവുന്ന രീതിയിൽ ചില ചാനലുകളും ചില പത്രങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും വലിയ സന്തോഷത്തോടു കൂടി കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള വാർത്തകൾ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പത്രവാർത്തകളും ചാനലുകളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വലിയ സന്തോഷത്തോടു കൂടി ഇതാ കിട്ടി, അല്ല അടിക്കാൻ വലിയൊരു വടി കിട്ടി എന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായി 10 വർഷം പിന്നിട്ട് 3ാമത്തെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തുള്ള കക്ഷികൾ പിടിപ്പുകേടിൻ്റെയും ഗ്രൂപ്പിസത്തിൻ്റെയും വിഭാഗീയതയുടെയും ഭാഗമായി ആ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം, ആ സാഹചര്യമാണ് ചില ചാനലുകളും ചില പത്രങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് വടക്കാഞ്ചേരിക്കകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ നേട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 2015 വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിക്കുന്നു. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. തുടർച്ചയായി 2ാം ഘട്ടത്തിലും വരുന്നു. ഇപ്പോൾ ഇത് 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വടക്കാഞ്ചേരിയുടെ മനസ്സും ഇടതുപക്ഷത്തോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കാൻ, ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇനിയും കൂടുതൽ ആഴത്തിൽ അവരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ആ ഉദ്ദേശം ഞങ്ങൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കും. ഏതൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയാലും അതിനൊക്കെ തന്നെ തട്ടിമാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കയറും. തെറ്റായ രീതിയിലുള്ള പ്രചാരവേലകൾ അവസാനം മലർന്ന് കിടന്ന് തുപ്പുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ മലർന്ന് കിടന്ന് തുപ്പി അവരുടെ മേലേക്ക് തന്നെയാണ് തുപ്പലം വരുന്നത് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ അവരുടെ അധപ്പതനമായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. സത്യസന്ധമായ രീതിയിലുള്ള ജനാധിപത്യ പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭയിലും കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം ഫയലുകൾ തിരിച്ചു നൽകും. ഉദ്യോഗസ്ഥർ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ഭരണസമിതിക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്നും പി.എൻ. സുരേന്ദ്രൻ അറിയിച്ചു.
പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ബിൽഡിംഗ് പെർമിറ്റുകൾ കൊടുത്ത് വടക്കാഞ്ചേരി നഗരസഭ 2 വർഷമായി വൻ അഴിമതി നടത്തി വരികയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ കൗൺസിലർ SAA ആസാദ് ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്നലെ ഒരു മിന്നൽ വേഗതയിൽ തൃശ്ശൂരിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വടക്കാഞ്ചേരി നഗരസഭയിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് മണ്ണെടുപ്പുമായി സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുകയുണ്ടായി. 5-6 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയിൽ 36ഓളം ഫയലുകൾ പരിശോധിക്കുകയും ആ ഫയലുകളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ, മണ്ണെടുപ്പിന് അനുമതി നൽകിയ സ്ഥലങ്ങൾ പരിശോധന നടത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നഗരസഭയിൽ ഒരുപാട് ഇത്തരം ബിൽഡിംഗ് പെർമിറ്റിൻ്റെ മറവിൽ ബിൽഡിംഗ് നിർമ്മാണം, വീട് നിർമ്മിക്കുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും വേണ്ടി അതിൻ്റെ മറവിൽ ദൂരവ്യാപകമായി പ്രത്യാഘാതമുണ്ടാക്കുന്ന തരത്തിൽ പരിസ്ഥിതിയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഈ നഗരസഭയുടെ പല ഭാഗങ്ങളിലും മണ്ണെടുപ്പ് സുഗമമായി 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ടായതുകൊണ്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് അവരോട് പറയുണ്ടായി, നിങ്ങൾ മണ്ണിൻ്റെ ബിൽഡിംഗ് കെട്ടുന്നതിൻ്റെ പെർമിറ്റ് എടുക്കുമ്പോൾ ആ ബിൽഡിംഗ് പണിതിട്ടുണ്ടോ എന്നൊരു പുനഃപരിശോധന നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടത്. ഇതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതുവരെ ജിയോളജി വിഭാഗം പരിശോധിച്ചിട്ടാണ് മണ്ണ് പെർമിറ്റുകളൊക്കെ കൊടുത്തിരുന്നത്. അത് വളരെ എളുപ്പത്തിൽ സാധാരണക്കാരന് വളരെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന അതിൻ്റെ മറവിൽ കേരളത്തിലെ മണ്ണ് ലോബിക്ക് സഹായകരമാവുന്ന നിലപാട് സ്വീകരിച്ചത് സംസ്ഥാനത്തെ തദ്ദേശഭരണ വകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ്. അതിന് കുടപിടിച്ചത് അവർ തന്നെയാണ്. അതാണിപ്പോൾ ഉണ്ടായ വീഴ്ചകൾ. കഴിഞ്ഞ 2 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിലും മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഒരു വലിയ ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിൽ മറവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പരിശോധന നടത്തി 10 സെൻറ്റ് സ്ഥലമുള്ളതിന് മണ്ണെടുക്കുന്നതിന് വളരെ അതിൻ്റെ ലിമിറ്റഡ് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാവുന്ന പരിമിതമായ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമുള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കെട്ടിടങ്ങളെ പല ഘട്ടമായി പെർമിറ്റുകൾ വാങ്ങി ഈ പൂർണ്ണമായും പണി കഴിയാത്ത 2-3 വർഷങ്ങളായി പെർമിറ്റ് വാങ്ങിയ കെട്ടിടങ്ങളൊന്നും തന്നെ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ പാവപ്പെട്ടവൻ്റെ 2 സെൻറ്റോ 3 സെൻറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർക്ക് പാവപ്പെട്ടവർക്ക് മണ്ണ് കൊടുക്കേണ്ടതാണ്, അതിലൊരു തടസ്സങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ മറവിൽ ഒരു വലിയ ലോബി കേരളത്തിലുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരമായിട്ട് അതിന് കൂട്ടുനിൽക്കുന്നത് ഭരണകക്ഷി തന്നെയാണ്. യാതൊരു സംശയമില്ല. ആ ഭരണകക്ഷിയുടെ കെടുങ്കാര്യസ്ഥിതിയും അവരുടെ സൗകര്യവും അവരുടെ സഹായവും ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഈ മണ്ണ് ലോബി ഇത്രയ്ക്കും ഈ പല സ്ഥലങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് മണ്ണെടുക്കാനുണ്ടായ സാഹചര്യം. തീർച്ചയായും വിജിലൻസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ. സംഭവം നേരത്തെ നഗരസഭാ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. മണ്ണെടുക്കുന്നതിന് അനുമതി നൽകേണ്ടത് ജിയോളജി വകുപ്പായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇടപെട്ട് പുതിയ ഉത്തരവുണ്ടാക്കിയെന്നും ആസാദ് ആരോപിച്ചു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.